അതായത് മമ്മികള് കയറാം മമ്മികള് കയറാം മമ്മികള് കയറാം. അളിയാ വെയിറ്റ് താരോ ജാരോ ജെ അളിയാ കാണോ സ്ക്രീൻ ഷെയർ ആണോ? സ്ക്രീൻ ഷെയർ ആഞ്ജനേയ സ്വാമി സ്ക്രീൻ ഷെയർ വന്നില്ല. ഇപ്പൊ വന്നു. അളിയാ ഞാൻ നിന്നെ ഒരു 1v1 രക്ഷിച്ചു കേട്ടാ. ഇല്ലടാ അതൊന്നും പ്രശ്നമൊന്നുമില്ല. അതെങ്ങാണൊന്നും നടന്നായിരുന്നല്ലേ അളിയാ. ഫസ്റ്റ് നമുക്കൊരു വൈബുള്ള ഒരാളായിട്ട് തുടങ്ങാം. മട്ടച്ചി ഈ പുള്ളിയെ കണ്ടല്ലടാ. ഈ പുള്ളി വല്ല അനിമ അതല്ലേ അത്? ഫസ്റ്റ് നമുക്കൊരു അതൊക്കെ എന്ത് എന്ത് സംസാരിക്കാം. പാട്ട് കേക്കട്ടാ. വെയിറ്റ് ഒരു പ്രശ്നമുണ്ട്. വെയിറ്റ് ഇതെന്താ വീണ്ടും ഒറ്റ മിനിറ്റടാ. ടെസ്റ്റ് ചെയ്യട്ടെ. ഇനി സംസാരിക്കാൻ ഭയങ്കര ഗ്രെയിൻസ് കൂടിയെന്ന് എനിക്ക് നേരത്തെ. ഓക്കെ റെഡി. നിങ്ങൾക്ക് അത് അടിക്കത്തില്ലേ? ഇത് എന്റെ വയറിന്റെ എന്തോ പ്രശ്നമാണ്. ഓക്കെ അപ്പൊ കേറട്ടെ. ഇത് ഷൈ ആയിരിക്കും ഞാൻ. ഹലോ ബ്രോ ഹായ്. എത്ര വാച്ചിങ്ങുണ്ട് ഇപ്പൊ എത്ര ബ്രോ? അറിയാവുന്നതാണോ? പോവല്ലേ 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 പോവല്ലേ. അവൻ തന്നെ പോയി. ഞാൻ ക്ലിക്ക് ചെയ്തിട്ടില്ലേ. ഞാൻ പോലെ പോലെ പിടിച്ചടാ പിടിച്ചടാ. ഏതാ കണ്ടന്റ് ഞാൻ കയറിയായിരിക്കല്ലടാ പാട്ടേനെ പോലെ. കണ്ടന്റ് കയറിയാടാ. അല്ലല്ല ഇത് എന്നെ കാണാൻ കയറിയാടാ. അളിയെ നിന്നെ കാണാൻ കയറിയതാ. പോടാ കൊണ്ടേ. ഇവിടെ ചാറ്റ് സ്പാമായിരുന്നു. നീ ഇവിടെ വന്ന് മൊബൈലിൽ കിടന്ന് ഇറങ്ങുന്നു. അളിയാ ചുമ്മാ നിന്നെ കാണാൻ നിന്റെ ലൈവ് എടുത്തു വെച്ച് കണ്ണാ. പഴയ സ്ട്രീമാ. നേരത്തെ കട്ടായി പോയ സ്ട്രീമാ. അല്ല കട്ടായി പോയ സ്ട്രീമാ. എന്നെ പൊട്ടനാക്കല്ലേ മനസ്സിലായി. ഞാൻ എന്റെ ഡിസ്പ്ലേ ശരിയാക്കാൻ കയറിയത് അളിയാ. ഇത് പിടിച്ച് ഇത് തൂക്കിയല്ലേ തൂക്കി. അല്ലെ ഞാൻ ഡിസ്പ്ലേ ശരിയാക്കി കയറിയതാന്ന് പറഞ്ഞല്ലോ. കാണാൻ പറ്റുന്നതാ എങ്ങനുണ്ട് അളിയാ? ഞാന് വിഷമമായില്ലേ. ഞാൻ കുറച്ച് പിള്ളേരെ ഞാൻ തെറി വിളിച്ചായിരുന്നു. ഇരുന്നപ്പോഴേ നിന്നെ കാണാൻ കഞ്ചാവ് ലുക്കുണ്ടെന്ന്. ഇല്ല ഹലോ ഹലോ അടാ ഒരു പയ്യനടാ നിന്നെ കാണാൻ കഞ്ചാവ് ലുക്കുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബ്രോടാ തന്ത പോലും ഇങ്ങനത്തെ വർത്താനം പറയൂല. ജെൻസി അല്ലേ ബ്രോ, എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയണെന്ന്. പിന്നെ അതൊരു മോശമായത് വേണ്ടത്. നിന്റെ ഇതെന്താ തലയിൽ എന്താണ്? ഞാൻ ലൈവിൽ പറയണെന്ന് വിചാരിച്ചാണ്. തലയിൽ എന്താണ്? പോത്ത് ഷാജഹാന്റെ ആരാണ്? PSG അല്ല ഞാൻ പോയിട്ടാ ഞാൻ PC ഓഫ് ആക്കണേ. PC ഓഫ് ആക്കണേ. കയ്യോടെ പിടിച്ചേട്ടാ. വലിയ ഞാൻ ചുമ്മാ കയറിയതാണ്. നിന്നെ കാണാൻ, നിന്നെ മാത്രം കാണാൻ. ഒന്നുകൂടെ പറയുന്നു കണ്ണാമ്പി നിന്നെ കാണാൻ. ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ കളക്ഷൻ? ഇപ്പൊ നീ കയറിയ പിന്നെ ഡെയിലി പറഞ്ഞ ഫേക്ക്. അത് ഒരു ദിവസമാണെ കുഴപ്പമില്ല. ഇപ്പൊ ഒരു 2 മാസം തൊട്ടായിരുന്നു കേൾക്കുവാണിത്. ഇന്നലെയാണ് കിട്ടിയത്. ഇന്നാണ് ഒന്നെങ്കിലും കയറുന്നത് കുറെ മാസങ്ങൾക്ക് ശേഷം. മനസ്സിലായി. അത് ഞാനേ പോയിട്ടുണ്ട്. തല ഇറങ്ങണം. ശരിയല്ലേ? ഹലോ ബ്രോ ലൈവാ മാറ്റിയല്ല. നീ ജീവിതകാലം മൊത്തം ഇതിന്റെ അകത്താണോ നിന്റെ ജീവിതം? ജീവിതകാലം തന്നെ വെച്ചു. നിങ്ങൾ എന്നെ കാണുന്നത് എപ്പോഴാ? ഞാൻ ഉണ്ടല്ലോ 2 മണിക്കൂർ എന്നെ ഇറങ്ങിപ്പോയിരിക്കും. ഞാൻ നിങ്ങളുടെ ലൈവിൽ കയറി നോക്കി. ഞാൻ ഡിപ്രഷനായി കേട്ടാ എന്നെ ഇങ്ങനെ പറഞ്ഞപ്പോ.
ഞാൻ നിങ്ങളുടെയൊക്കെ ലൈവ് ഇരുന്ന് കാണുന്ന പാവം ചേർക്കണേ. നിങ്ങൾ എന്നെ തന്നെ ഇങ്ങനെ പറഞ്ഞില്ലേ? എടാ നീ 24 മണിക്കൂർ ഇതില്ല, എപ്പ കേറിയാലും നിന്നെ കാണാം. ഇയാള് നിങ്ങളുടെ ഫോട്ടോ ഒക്കെ വരച്ചു തരാന്ന് പറഞ്ഞിരുന്ന നിങ്ങളായതാണ് ഞാൻ നിർത്തിയത്. ആണോ? വരക്കണ്ടടാ നീ. നിന്റെ ഒരു പഴം വേണ്ടിരിക്കെ. ഇയാള് ചുമ്മാ ഞാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്താ ഇല്ലല്ലോ. അവന്റെ ഒരു മനസ്സ് ഞാൻ കരയത്തൊന്നുമില്ല കേട്ടാ. ഞാൻ നിങ്ങളെ കരയിപ്പിക്കും. ചുമ്മാ ഞാൻ വേദനിച്ചു. എടാ എന്നാ നീ കരപ്പീരടാ, അവന്റെ കരയിപ്പിക്കൊന്നുമില്ല. ഞാൻ 24 മണിക്കൂർ ഇരിക്കുന്ന അടുത്താണ് നീ. ഇയാള് പറഞ്ഞ എന്നെ അങ്ങ് കരയിപ്പിക്കും. എനിക്കൊന്ന് കാണണം. നിങ്ങൾ പിന്നെ നിങ്ങൾ സ്കിപ്പാക്കല്ലേ? സംസാരിക്കും. ഞാൻ പിന്നെ അപ്പൊ നിങ്ങൾ പിന്നെ നിങ്ങൾ ആണായോടെ ഞാൻ സംസാരിക്കുന്നത്. ഇയാള് ചുമ്മാ എന്നെ പെണ്ണുകൂടിയും പറയുന്നത്. എടാ നീ ഞാൻ നീ ബാക്കി ആളുടെ അടുത്ത് നിന്റെ ഇൻസ്റ്റൈഡ് എന്ന് പറഞ്ഞ നിന്റെ കണ്ടന്റ് നോക്കട്ടെ. ഏതാണുമായിട്ട് ഇപ്പൊ കണ്ടന്റ് ഇട്ടത്? എന്റെ ഇൻസ്റ്റേഡി ഇന്ന് പോയി. എന്റെ ഇൻസ്റ്റേഡി പോയി. അത് പൊട്ടിപ്പോയി. അതെന്റെ ഇൻസ്റ്റയോ ഒരു പൊട്ടത്തരം കാണിച്ചു. ഓക്കെ ടാറ്റാ ബൈ ബൈ സീ യു. കണ്ടന്റ് കൊടുത്തല്ലേ നീ. ഷാനിദോസ് ബ്രോ, സ്റ്റെഫി മാത്യു ബ്രോ, രണ്ടുപേരും വന്നല്ലേ? ആരാ മാമനൊക്കെ അങ്ങ് കേറി. ആഹാ എടാ ഞാൻ ഇഫ്സ്റ്റർ ആക്കി, എന്നെ മിനിഞ്ഞാന്ന് ഡോക്കി ആക്കി, ഇന്ന് ഇഫ്സ്റ്റർ ആക്കി. ഹലോ എന്തൊക്കെയുണ്ട്? സുഖാണോ? എന്തൊരു പരിപാടി ഇതിനകത്ത്? സംസാരിച്ചേ ഇനി ഒന്ന്. ഇനി സംസാരിച്ചേ. ഇത് സ്പീക്കറിൽ സൗണ്ട് കൂട്ടുന്നത് ടെസ്റ്റ് ചെയ്തതാ. അപ്പൊ നടക്കട്ടെ, പോയിട്ട് വരാം. ഉണരാതെ വൈകാതെ കണ്ണാടി വെച്ചിട്ട് വന്നേക്കുന്നത്. ഞാൻ ആരും ആവാനില്ല. ഞാൻ ഇപ്പൊ ഒരു 10 പേരായി. നിന്റെ അച്ഛന്റെ പ്രായമുണ്ട് എനിക്ക്. അച്ഛന്റെ പ്രായം. ചേട്ടാ ലൈവാടാ. ബോബിനെ കണ്ടല്ലേ? പിടിച്ചല്ലേ? ഓ പെണ്ണിനെ കാണാൻ വന്നായിരിക്കും. പെണ്ണിനെ കാണാൻ വന്നായിരിക്കും. ശരിയടാ മോനെ, നടക്കട്ടെ എന്നാ. ഹലോ സ്കിപ്പ് ചെയ്യട്ടോ. സ്കിപ്പാ തെരുളി. ഹലോ ഇതൊക്കെ പഞ്ചാബരാത് തെരുവിളി. അതൊക്കെ എന്തോ കാണിക്കാനാട്ടാ സത്യത്തെ. ഹലോ എനിക്ക് പേടിയാവുന്ന ആളെ. അവൻ എണീറ്റ് വല്ലതും നിന്ന് കഴിഞ്ഞാലേ എണീറ്റ് വല്ലതും അല്ലെ പിന്നെ അവൻ മാസ്ക് കിട്ടിക്കുന്ന. ഹലോ അതൊരവസ്ഥയായിരിക്കും അല്ലേ? ഹലോ ബ്രോ. ഹലോ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. പട്ടാളത്തിലാണോ? അതെ. എവിടെ ഇപ്പൊ? അവിടെ ഇരിക്കുകയാണോ? ഇപ്പൊ എവിടെ സ്ഥലം? നാട്ടിലാണോ അതോ? ഇല്ല, ഇപ്പൊ മണിപ്പൂർ. ഓ ഡ്യൂട്ടിയിലാണോ? ഡ്യൂട്ടിയല്ല, മണിപ്പൂർ അവിടെ. അല്ലല്ലേ? ഓക്കെ. നീ എന്താ ാണോ നീ? അതന്നെ. നമ്മളിതൊക്കെ കാണുമല്ലോ. ലൈവാ? ലൈവാ. എന്താ പരിപാടി? ലൈവാണല്ലേ? ലൈവാ. സുഖാണോ? എന്തൊക്കെയുണ്ട് അവിടുത്തെ ജീവിതം? പേരെന്തായിരുന്നു?
കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു, ഉഷാറായിട്ട് പോകുന്നു. ആണല്ലേ? സെറ്റ്. എന്നാ പോട്ടെ. എന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് കണ്ണാപ്പി. ലൈവാ? ആ ലൈവാ. ശരി, കാണാം. ഓക്കെ, ശരി. എന്താണ് അവൻ? വെറുതെ തരുന്ന പറ. നിങ്ങൾ സ്ട്രീമറാണോ? ബ്രോ സ്ട്രീമിംഗ് ആണോ? ഹലോ ബ്രോ, നിങ്ങൾ സ്ട്രീമിംഗ് ആണോ? അല്ലല്ല ബ്രോ. ഞാനും അല്ല. ഓക്കെ. അവൻ സ്ട്രീമിംഗ് ആണല്ലേ? അവൻ ഹായ് കണ്ണാപ്പ സുഖാണോ? കുട്ടാ, നീ എന്നെ തിരിച്ചറിയല്ലടാ. എന്ത് ചോദ്യാണ് നിങ്ങൾ? ചന്ദ്രൻ, പിന്നെ കേക്കാൻ പേരുകളൊന്നുമില്ല. ഡോക്കി, ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് നിങ്ങളെ നല്ലയിടത്തേക്ക് അറിയാം. നിങ്ങളെ തപ്പി ഒരാൾ ഇതിനകത്ത് കറങ്ങുന്നുണ്ട്. ആര്? ബോബ്. കിട്ടി. അത് കിട്ടിയോ? എനിക്ക് കുറച്ചു മുമ്പ് കിട്ടിയായിരുന്നു. അവൻ എന്നെ തപ്പി കറങ്ങുന്ന വ്യാജേനയിലാണ് അവൻ ജീവിക്കുന്നത്. അതൊക്കെ അവന്റെ അടവാണ്. പുള്ളി ലൈവ് അല്ലല്ലോ അല്ലേ? പുള്ളിയോ? ആര്? ഞാനോ? ഞാൻ ലൈവാ. അല്ല, അണ്ണൻ ലൈവാ. ബോബ് അണ്ണനല്ല. നിങ്ങക്ക് 23 വയസ്സല്ലേ? എന്നെ അണ്ണൻ വിളിക്കണ്ട, കണ്ണാന്ന് വിളിച്ച. അതെന്നെ, എനിക്ക് അന്നേ ജസ്റ്റ് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ലൈവിൽ കയറി. ഇവ എന്തിനാ എന്റെ അണ്ണാന്ന് വിളിക്കുന്നത്? എനിക്ക് അവന് ഒരേ പ്രായമല്ലേ എന്ന്. പെട്ടെന്ന് ശീലിച്ചു പോയി. വേറെ ഒന്നല്ല. പിന്നെ എന്തുകൊണ്ട് വിശേഷം? ചന്ദ്രണ്ണനെ ഡ്രൈവറാക്കി. എന്തൊക്കെയുണ്ട്? സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. ചുമ്മാ എന്നെ കാണാൻ കയറിയാണോ അതോ? ഞാനും ചെറുതായിട്ട് ലൈവാ. ആണോ? എന്റെ ചാനലിന്റെ പേരെന്താ? ടെക്സ്റ്റ് ചെയ്യാണോ? ഓക്കെ, ടെക്സ്റ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, സെറ്റ്. അപ്പൊ ഞാൻ പോയിട്ട് വരട്ടെ. ഓക്കെ, പരിപാടി ഇറക്കട്ടെ. ഞാൻ ജസ്റ്റ് ലൈവ് പറ്റും. KL24 പ്രോക്സി വൈറ്റി. അർജുൻ കേട്ടില്ലടാ. ഇല്ല. എന്താണ് ഒറ്റ മിനിറ്റ്. നമസ്കാരം. എന്ത് പരിപാടി തുടങ്ങിയ? സ്ട്രീമിംഗ് ഒന്നുമല്ലോ ബ്രോ, ചുമ്മാ കയറിയാ. എന്തുപറ്റി? ഒന്നുമില്ല, ചോദിച്ചതാ. നമ്മളന്ന് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത പ്രാവശ്യം വീണ്ടും കാണാൻ പരിചയപ്പെടാം. അവൻ 24 മണിക്കൂർ അവനെ പരിചയപ്പെട്ടോണ്ടിരിക്കണോ ഞാൻ? ഇന്നത്തെ ദിവസടാ പെമ്പിള്ളാരെ കിട്ടിയതേ ഇല്ലല്ലേ? കിട്ടിയില്ല. ഇങ്ങനെ പോയാ കിട്ടും. ഹലോ, ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. സ്ട്രീമർ ആണോ? അല്ല. സത്യം പറ. അല്ല. അല്ലെന്ന്. നല്ല കണ്ടുപരിചയം. എന്നെ കാണാൻ വഴിയില്ല. ശരിക്കും കാണാൻ വഴിയില്ല. നാട്ടിലെവിടാ? നാട്ടില് ഇതിന് മാത്രം ചിന്തിക്കുന്നേ? മലപ്പുറം എന്ന് പറയാൻ ഇതിന് മാത്രം ചിന്തിക്കണം എന്തിനാ? ഹലോ അപ്പൊ ഇല്ലടാ, എന്റെ ശബ്ദത്തിന് എന്തൊരു പ്രശ്നം. ആ മൈക്ക് മാറിയാടാ കിടക്കുന്ന ഇത്ര നേരമായിട്ട്. ക്യാമറയുടെ മൈക്കിലാണ് സംസാരിക്കുന്നത്. ഹലോ, ഇത് ക്യാമറ ഏത്? ഒന്നൂടെ സംസാരിക്കാം. എടാ ഞാനെടാ ക്യാമറയുടെ മൈക്കിനാടാ ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്ന മയില് പിടിക്കാനായിട്ട്. ഹലോ. കേക്കാം. എടാ ക്യാമറയുടെ മൈക്കിനാടാ ഇത്ര നേരം സംസാരിച്ചത്. അവന്മാരുടെ സംസാരിച്ചല്ലേ? അത് തന്നെ. ഞാൻ പറഞ്ഞില്ലേ നിന്റെ അടുത്ത് ക്രോമിന്റെ സെറ്റിംഗ്സിൽ മാറ്റണമെന്ന്. വെയിറ്റ്, ഡിസ്കോഡിൽ എന്തോ കേൾക്കുന്നത്? ഡിസ്കോഡിൽ ഇപ്പൊ തെറ്റായല്ലേ? സെറ്റ് രാവൻ ചൊല്ലിയില്ലേ? അങ്ങനെ പറ. കുറവുണ്ട്. ഓക്കെ. അത് സിറ്റി അപ്പാങ്ങി പറയണടാ. പറയാം. വരെ കണ്ട ഞാൻ സിമ്പിൾ ആയിട്ട് കാര്യം പറയടാ. ഇതിന്റെ സെറ്റിംഗ്സിനകത്ത് ഏതാ കിടക്കുന്ന നോക്കെ.
ഹലോ. നാട്ടിലെവിടെയാ? നാട്ടില് കായംകുളം. ബ്രോ യൂട്യൂബർ ആണോ? സിറ്റി അപ്പായെന്ന് കുട്ടാ പറടാ. എന്നെ മനസ്സിലായാ? ഡിപ്രഷൻ പോയി. ഏത് ഡിപ്രഷൻ? ഏത് ഡിപ്രഷൻ എനിക്ക് മനസ്സിലായില്ല. മറ്റേ മെസ്സേജ് മറ്റേ 300K ഫോളോസ് ഉള്ള മനസ്സിലായില്ല. ഓർമ്മയില്ലേ? മറ്റേ 300K ഫോളോവേഴ്സ് ആയിട്ട് മനസ്സിലായിട്ടില്ല. ഓർമ്മയുണ്ടോ? ഒരു വൺ സൈഡ് ലവ് ആണാ? അതന്നെ. അത് നീയാണാ? പിന്നെ ഞാൻ തന്നെ. എടാ അപരാധി. എടാ നീ ആയിരുന്നല്ലടാ അത്. അതെ ഞാൻ തന്നെ. പിന്നെ എനിക്ക് നീ ഇപ്പോഴും ഉണ്ടോ? പിന്നെ നീ ഇപ്പോഴും ഉണ്ടോ ജീവനോടെ? പിന്നെ സെറ്റായ ഇല്ലെന്നേ, പുതിയ സെറ്റായി. ശരി കേക്കാൻ വയ്യ. മാറ്റിക്കോ. ഇവനാടാ എനിക്കൊരു മെസ്സേജ് അയച്ചടാ. മെസ്സേജ് ഏതൊരു 300K ഫോളോവർ ഉള്ള ഒരു പെണ്ണിന്റെ പ്രൊഫൈൽ വെച്ചിട്ട് അണ്ണൻ വിചാരിച്ച ഇവിടെ സെറ്റാക്കി തരാൻ പറ്റൂ അണ്ണാ പ്ലീസ്, എന്റെ ജീവിത പ്രശ്നമില്ല, ഞാൻ എന്തെങ്കിലും ചെയ്ത് കളയും. എന്ത് ഭയങ്കര വേണമായിരുന്നടേ നടന്ന്. ഹലോ, കണ്ടിട്ടാണോ ഇഷ്ടപ്പെട്ട? അവളുടെ സ്റ്റാർട്ടിങ് തൊട്ടേ അവൻ ഉണ്ടായിരുന്നു, മനസ്സിലായോ? കാരണമാണ് ഒരു പെങ്കൊച്ച് വന്നില്ല. ടാഗ് മാറ്റി എല്ലാ ടാഗും വേണ്ട, 2 മതി. ഞാൻ പറയുന്ന ടാഗ് ഇട്ട പെണ്ണുങ്ങളുടെ മേളോ. ഇവൻ പറയുന്ന ടാഗ് ഇട്ട് പാണ്ഡെ വിളിച്ചു ചോദിച്ചാൽ മതി ഏത് ഒരു പാണ്ടേനെ വിളിക്കണ്ട, ഞാൻ പറയുന്ന ടാഗ്. ഇവൻ പറയുന്ന ഇട്ട് കഴിഞ്ഞാൽ വല്ല മറ്റേ മാവന്മാര് മറ്റേ കാണിച്ചു പെണ്ണ് വേണോ? എനിക്ക് പെണ്ണ് വേണം, വേറെ ഡയലോഗ് ഇല്ല, നീ ഇട്ടിട്ട് പറ. ഇത് മറ്റേ ഷെഡ് അല്ലേ ഊരി. ഹലോ ഹായ്. കണ്ണാപ്പി പറഞ്ഞു ഫാനാണോ രണ്ടുപേരും? പേരെന്തൊക്കെയാ? രണ്ടാമത്തെ ആളെ കാണിക്കാൻ പറ. എന്താ പേരെന്ത്? വിസ്മയോ? അനുശ്രീ. ആ നമ്മുടെ ചാറ്റിലൊക്കെ സ്ഥിരം വരുന്ന അനുശ്രീ ആണോ? അല്ലല്ല മറ്റേ അനുസരിയടാ, അതാണാ. അപ്പുറത്തെ ആളെ കാണിച്ചില്ല. കുഴപ്പമില്ല. അതിന്റെ പേരെന്താ? അതിന്റെ പേരെന്താ? പേരും പറയില്ലെന്നേ. ശ്രേയ കൊള്ളാം. അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്ത് ചെയ്യുന്നു പേര്? എന്ത് ചെയ്യുവാ? അതല്ലേ ചോദിച്ചാ പഠിക്കുവാണോന്ന്, വിദ്യാഭ്യാസം ഉണ്ടോന്ന് ചോദിച്ചേ. നിങ്ങള് ചുമ്മാ ഇരിക്കാന്ന് പറഞ്ഞിട്ട് എനിക്കെന്താ? പ്ലസ് ടു വേണ്ട, പ്ലസ് ടു അല്ലേ? ചേച്ചി എവിടെ പഠിക്കുന്നത്? ചേച്ചി എവിടെ പഠിക്കുന്നത്? എവിടാ പഠിക്കുന്നത്? സ്ഥലം എവിടാ? ഞാൻ വള്ളിക്കോട്ട്, കാസർഗോഡ്. ഓ കാസർഗോഡ്, മൈസൂര്. നമ്മുടെ അയൽക്കാര്. ഓ തൊട്ടടുത്താണല്ലോ. അപ്പം ക്യാരി ഓൺ കേട്ടോ, നിങ്ങളെ ക്യാരി ഓൺ. സ്ട്രീമിംഗില. ബൈ. സുഖ ആണല്ലോ. എന്റെ പേര് നീ പേര് പറ. നിനക്ക് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയാവോടി? മൈക്ക് കാണാൻ സത്യം പറ ലൈവാ. ശരി, ഇപ്പോഴത്തെ ആമ്പിള്ളേർക്ക്, ഇപ്പോഴത്തെ ജെൻസി പിള്ളേർക്കൊക്കെ ലൈവാന്ന് പറയുമ്പോ മടിയല്ലേ സംസാരം? നാളെ വരുന്നവന് എനിക്ക് മനസ്സിലായി. വീഡിയോ ഇല്ലടാ.
കണ്ണാവി ഗ്രൂപ്പ് മെസ്സേജ് ഇട്ടേ. ഏതോ ഗ്രൂപ്പില് മെസ്സേജ് ഇട്ടാ ഹലോ, ഹലോ. വെച്ചിട്ട് പിന്നെടാ അവര് പോയടാ, അവര് പോയടാ. അവൻ കൊറേ കണ്ടതാണ് എന്നെ കൊറേ കണ്ടതാ. അത് ഈയിടെ ആയിട്ടാണ് അളിയാ. ഊക്കുന്നാടാ. ഓ നിന്റെ കോള് കഴിയുന്ന വെയിറ്റ് ആക്കാൻ പോണേ. ഏതായാലും ഒന്നി ഒമ്മികളെ അല്ലെ കോള് ചെയ്യും. നേരത്തെ വന്നിട്ടുള്ള ടീച്ചറാണോന്ന് ചോദിച്ചേ? നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടല്ലേ? ഇല്ല. ഞാൻ കണ്ടിട്ടുണ്ട്. ജലദോഷം ഉണ്ടോന്ന് ഇത് എന്താ ക്യാമറ കാണിച്ചിട്ട് ലൈവ തീരുണ്ടോ? ആ ഓക്കെ എന്നാ ബൈ. അത് മാനായിട്ട് പറഞ്ഞില്ലേ? അത്രേ ഉള്ളൂ. മാനായിട്ട് പറഞ്ഞോളിയാ, മാനായിട്ട് ലൈവാ. അയ്യോ ലൈവല്ല. അയ്യോ അങ്ങനല്ല, നിങ്ങള് സൈഡിലോട്ട് ഇരുന്നോ. ആ പേരെന്താ? ആലിയ ഏതാ? ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? അത് ആലിയ. ഇത് ദേവിക. എന്ത് നിത. ഓ നിതാണോ പറഞ്ഞ? ഞാൻ ദേവികാന്ന് കേട്ടോ. കേക്കുന്നില്ല. നിന്റെ ചെവി എന്തുവാ? സ്ഥലം എവിടാണ് നിത? കൊല്ലത്താ? കൊല്ലത്തോടെ കൊട്ടാരക്കര കൊട്ടാരക്കര ആയൂർ 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 തന്നെ. ഞാൻ എടുത്ത ഇവിടെ അമ്പലത്തിലെടുത്താന്ന് പേര്. ഞാൻ ആയൂർ അമ്പലത്തിനെടുത്ത. അമ്പലം അറിയത്തില്ല? ആയൂർ അമ്പലം. ആയൂർ അമ്പലത്തിനെടുത്ത. ഞാൻ അവിടെ KCB ഓഫീസിന് എടുത്താന്ന് പറ. KCBന്റെ അണ്ടി മാറി മിണ്ടായിട്ടാ അവിടെ. ഹലോ, എന്ത് ചെയ്യുന്നവര്? ഞാൻ ആയൂരൊന്നുമില്ല, ഞാൻ കായംകുളത്താ. വലിയ കാര്യമായിപ്പോയി. നിങ്ങളെന്താ പഠിക്കുവാണോ? ഇതെന്താ പഠിക്കുവാണോ? അത് ഇപ്പഴേ സ്കിപ്പ് ചെയ്യരുതായിരുന്നു. എടാ അത് എനിക്ക് അറിയാവുന്ന സ്ഥലമായിട്ടല്ലേ ഞാൻ പറഞ്ഞ കറക്റ്റ്. നിനക്ക് എന്തറിയാലേ ആയൂര്? നിന്റെ വീട് കുണ്ടറയല്ലേ? എടാ കായംകുളത്ത് എല്ലാ സ്ഥലവും നിനക്കറിയോ? അറിയാം, എല്ലാം അറിയാലേ. ഹലോ, അപ്പൊ എനിക്ക് അതേപോലെ കൊല്ലത്തെല്ലാം അറിയാം. ഇന്നത്തെ ദിവസം പെണ്ണുങ്ങൾ മാത്രം ഇതിൽ കയറൂടാ. പെമ്പിള്ളാരോടെ നമ്മൾ ഇനി അറിയാ കുറച്ച്. ഹലോ, പ്രശ്നാവേ. ഇത് KVL ലിയോ അല്ലേടാ? അവൻ 24 മണിക്കൂർ ഇതിൽ കയറിയിരിക്കട്ടെ പരിപാടി. ഹലോ, അവൻ എന്താണ് മനുഷ്യരെ കണ്ടിട്ടില്ലടാ? ജർമ്മൻ കണ്ണാമ്പി അണ്ണാ. നീ അണ്ണാന്ന് വിളിക്കാൻ ഉണ്ടല്ലോ. ലൈവാണോ? ലൈവാ. ഓ എന്തൊരു പരിപാടി? നിങ്ങൾ ഫുഡ് മഴയൊക്കെ ഉണ്ടോ? മഴയൊക്കെ ഉണ്ട്. അപ്പൊ പോട്ടെ. ശരി എന്നാ, കറങ്ങാം. ശരി. അണ്ണൻ ഈയിടെ കൊറേ പേരെന്നെ അണ്ണാന്ന് വിളിക്കുന്ന കളിയാ. നമ്മളറിയോ നിന്നെ കുണ്ണാന്ന് വിളിക്കാൻ പറ്റാത്ത നമ്മുടെ മറ്റേ മുട്ടയില്ലടാ പറവേലെ, അവൻ എന്നോട് എപ്പോ സംസാരിച്ചാലും അവൻ മറ്റേ ഇതാണ്, ഇൻഫ്ലുവൻസർ ആണ് ഇപ്പൊ വന്നിട്ട്. ഏത് വന്നിട്ട് റീലൊക്കെ ചെയ്യുന്ന ഈയിടക്ക് കല്യാണം കഴിച്ചെടുത്തിനാണാ? അല്ല അവനല്ലല്ലേ? കേറി ഇരിക്കോടാ. ആണോ? ഇവന്റെ ജീവിതമാടാ ഇവനടാ. അവൻ 2-3 പേരുണ്ട് ഇവന്മാർ ഇതിനകത്ത് തന്നെ. എടാ ഞാനും ഇതിനകത്ത് ഇരിക്കാൻ പോകുന്നു. അല്ലെ ഞാൻ ഇനി ഇതിനകത്ത് കളിയാ. ഞാൻ 27 ഞാൻ ഉച്ചക്ക് കയറിയിട്ട് ഇരിക്കാൻ പോണു. അതൊരു കണ്ടന്റ് വെട്ടാൻ പോണു ഞാൻ. ഹലോ, അത് എന്റെ ഫ്രണ്ട്സിനെ മറ്റേ വീണ്ടും എടുത്ത് കാണിക്കാം ആനിമേ ഷോ ഒക്കെ. എന്റെ ഷോയും ഒരു വട്ടമൊക്കെ ഷോ കാണിച്ചാൽ മതിയോ? വിവരമില്ലാത്തവര് വിവരമില്ലാത്ത മൊണ്ണ
അജീഷ് ബ്രോ താങ്ക് യു $US ഫസ്റ്റ് സൂപ്പർ ആയിട്ട് ഹലോ ഹലോ 3D മോഡലിംഗ് ചെയ്യുന്നതാണോ? ഒരു സാധനം കാണിച്ചുതരാം. ഞാനേ പുതിയൊരു കാർ ഇറക്കിയാണെന്ന് വെച്ചോ. കാറിട്ട് ഒരു ബന്ധമില്ല. പക്ഷെ ഒരു കോൺസെപ്റ്റ് ആർട്ടിസ്റ്റാണ് ഞാൻ. 3D ആർട്ടിസ്റ്റ് ആണ്. ഞാൻ ഒരു കോൺസെപ്റ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഞാനിപ്പം ഒരു എന്റെ സ്ക്രീൻ ഷെയർ ചെയ്ത സാധനം കാണിച്ചുതരാം. ഞാനൊരു കോൺസെപ്റ്റ് ചെയ്യാൻ CAD ഉണ്ട്. അപ്പൊ അതിനെനിക്ക് 3D ആക്കണമായിരുന്നു. അപ്പം എന്റെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ എന്തായാലും മഹേന്ദ്ര അറിയാലോ, ഒരു വണ്ടി ഇറക്കണമെങ്കിൽ അവന്മാർ പുത്തൻ മോഡലായിട്ട് ഇറക്കും. ഏതെങ്കിലും ഒരു വണ്ടിയുടെ എന്തെങ്കിലും ഒരു സാധനം ഇൻസ്പയർ ആയിട്ട്, കോപ്പി അല്ല ഇൻസ്പയർ ആയിട്ടുണ്ടാവും. അപ്പൊ ഞാനിപ്പോ ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി ചിത്രം വേണം. അപ്പൊ അതിന്റെ CAD ഡ്രോയിങ് വരച്ചിട്ടുണ്ട്. ഫ്രണ്ട് ബാക്ക് ടോപ്പ് സൈഡ് എല്ലാം വരച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ ഓട്ടോകാഡിൽ ഇപ്പൊ വരച്ചത്. ഇതാണ് എന്റെ ഡിസൈൻ. ഇത് ഏതാ വണ്ടി ഏതാ? ഇത് വണ്ടിയുടെ പേര് ഇട്ടിട്ടില്ല. അപ്പൊ അതിന്റെ ഇനീഷ്യൽ വെർഷൻ ഇതായിരുന്നു. പിന്നെ ഇപ്പൊ പോണത് ഇതാണ്. ഇത്രയായി. ഞാൻ എന്താ വെച്ചാൽ ഓൾറെഡി ബ്രോ അപ്പൊ 3D പ്രിന്റ് ചെയ്തിട്ടുണ്ടോ? വണ്ടി 3D പ്രിന്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല ബ്രോ, ഞാനിപ്പോ ഇത് വരച്ചു കഴിഞ്ഞിട്ട് വേണം എനിക്ക് 3D മോഡൽ ചെയ്യാനായിട്ട്. അപ്പൊ എന്താ പറയാ, ഞാനിപ്പോ ഇത് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഫ്രണ്ടും ബാക്കും എല്ലാം വരച്ച് ഈ വരക്കണം എന്ന് വെച്ചാൽ എനിക്ക് 3D ചെയ്യാനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വരക്കണത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എന്താ പറയാ 3D ആവാനായിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനിത് AI-ക്ക് കൊടുത്തു എങ്ങനെ ഉണ്ടെന്ന് നോക്കാനായിട്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ആദ്യം കാണിച്ചതിനകത്ത് ഫ്രണ്ട് ടോപ്പ് പോലെ വേറെ ഒരു കാര്യം. അപ്പൊ നേരത്തെ ചെയ്തതിന്റെ അകത്ത് ഫ്രണ്ട് ടോപ്പ് സൈഡ് ബാക്ക് ഉണ്ട്. അപ്പൊ ഞാൻ ഇത് നേരെ എടുത്ത് AI-ക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇത് റിയലിസ്റ്റിക് ആയിട്ട് എങ്ങനെ ഉണ്ടാവും ചോദിച്ചു. അത് കാണിച്ചു തരാം. അപ്പൊ എന്തായാലും 3D എഴുതുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. അപ്പൊ അതിന് എനിക്ക് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇത് കത്തും കേട്ടാ. ഇത് കത്തും കേട്ടാ. എന്റെ പൊന്നെ വിഷയം ബ്രോ, വിഷയം കേട്ടാ, വിഷയം. വരച്ചോണ്ടിരിക്കരുത്. ഇപ്പം 3-4 വർഷമായി ഞാൻ. എന്തായാലും ലേറ്റ് വരും. എന്തായാലും ഇനി ചെറിയ ഡിസൈൻ ഫ്ലോസ് ഉണ്ട്. അപ്പൊ ഇനി വരച്ച് വേണം അതുമായിട്ടൊന്ന് ഫൈനലിലോട്ട് എത്താനായിട്ട്. ഞാൻ സബ്സ്ക്രൈബർ ആണ് കേട്ടോ. മനസ്സിലായി. ലൈവാണ്, സീനിലല്ലോ ബ്രോ, ലൈവാണ് കേട്ടാ. കുഴപ്പമില്ല. ഇൻസ്റ്റയിലൊക്കെ ഇതിന്റെ വീഡിയോ അങ്ങനെ എന്തെങ്കിലും ഇടാറുണ്ടോ? ഞാൻ എന്റെ പേഴ്സണൽ അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ ഇൻസ്റ്റയിൽ അങ്ങനെ ഇടാറില്ല. ഞാൻ ഇത് ഇട്ടിട്ട് ഉറപ്പായിട്ട് ഞാനാണെങ്കിൽ എന്റെ പേഴ്സണൽ അക്കൗണ്ട് ഇട്ടത്. അതിലാണെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ചോദിച്ചാൽ മതി. എന്തെങ്കിലും വർക്ക് ഒക്കെ ഉണ്ടെങ്കിലും ബ്രോയുടെ വിളിക്കാം ബ്രോ ഒന്ന് പേഴ്സണൽ ഇട്ടാരെ. അതിന് ആർക്കെങ്കിലും ഞാൻ പ്രൊമോഷൻ ആയിട്ട് പറയണല്ല, 3D ചെയ്യാൻ സുഖമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പഠിച്ചെടുക്കാൻ സുഖമാണ്. സത്യം പറഞ്ഞത് ഈ ട്യൂട്ടോറിയൽ എല്ലാം യൂട്യൂബിൽ തന്നെ ഉണ്ട്. ബ്ലെൻഡർ ഒക്കെ നല്ല സുഖമാണ്, എളുപ്പമാണ്. എല്ലാവർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ എന്റെ ഒരു വർക്ക് ഞാൻ വേണമെങ്കിൽ കാണിച്ചാൽ മനസ്സിലാവും. അതെ. ഇത് കണ്ടോ, കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? അതെ. നോക്കിയാടാ സാർക്കെ, എന്ത് സാധനം ഇത് ഫോട്ടോ എടുത്തോന്നേ പറയത്തുള്ളൂ ബ്രോ. ഇത് സത്യം പറഞ്ഞ ഇങ്ങനെ കൊറേ നോക്കിയാടാ, ഇത് നോക്കിയേ അതിന്റെ ടെക്സ്ചർ നോക്കിയേ ബ്രോ. വിഷയം കേട്ടാ. പിന്നെ ഇതൊക്കെ വേറെ കോൺസെപ്റ്റുകളാണ്. എന്റെ അളിയാ,
ബ്രോ ഇജാതി ടാലന്റ് ആട്ടാ ഇത്. ഇങ്ങനെ മുമ്പോട്ട് ബ്രോ, ഇങ്ങനെ മുമ്പോട്ട് പോ. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ 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 ഓക്കെ. സംഭവം പറഞ്ഞില്ല, ഇത് സംഭവം പഠിച്ചെടുക്കാൻ എളുപ്പമാണ് ബ്രോ. ഇപ്പൊ ഈ പിള്ളേർക്ക് കുറെ ആൾക്കാർക്ക് സംശയമുണ്ട് ഈ എങ്ങനെ ഈ 3D വരണമെന്ന്. സത്യം പറഞ്ഞാൽ ഈ പെയ്ഡ് സോഫ്റ്റ്വെയർസ് ഒക്കെ പോണതിന് മുന്നേ ഇപ്പം ബ്ലെൻഡർ അത്യാവശ്യം നല്ല സാധനമാണ്, ഫ്രീ ആണ്. പിള്ളേർക്ക് എല്ലാവർക്കും ഒരു അത്യാവശ്യം നല്ലൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ ലാപ്പ് എന്തായാലും വേണം 3D ചെയ്യണമെങ്കിൽ. അപ്പൊ അത്യാവശ്യം നല്ലൊരു ലാപ്പ് ഉള്ളവർക്ക് എല്ലാവർക്കും ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ 3D. ഓക്കെ ബ്രോ, സെറ്റ് കേട്ടോ. എല്ലാരും ഇനി പുതിയൊരു ഇൻസ്റ്റാഗ്രാം തുടങ്ങി അതില് ഈ ചെയ്ത വർക്കൊക്കെ അതിലിട്ട് ഒരു ഇത് റീലും ഒക്കെ ഇട്ട് പോകാൻ നോക്കൂ ബ്രോ. കത്തും, ഇത് കത്തും. അപ്പൊ ഞാനിപ്പോ ഇതില് വന്നപ്പോഴത്തെ തന്നെ കുറെ സിസ്റ്റം ഉണ്ട്, അവർക്ക് എല്ലാവർക്കും 3D ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ എങ്ങനെ ചെയ്യണമെന്നില്ല. അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഇപ്പൊ ലൈവ് കാണാത്ത പറയാണ്. യൂട്യൂബില് ബ്ലെൻഡറിൽ 3D ട്യൂട്ടോറിയൽ ബിഗിനർ തുടങ്ങിയ കുറെ സാധനങ്ങൾ കിട്ടും, കുറെ ട്യൂട്ടോറിയൽ കിട്ടും, എല്ലാം ഫ്രീ ആണ്. അപ്പൊ ബ്രോ എന്തായാലും ഒരു അക്കൗണ്ട് ഒക്കെ തുടങ്ങി സെറ്റ് ആവട്ടെ. അപ്പം പോയിട്ട് വരട്ടെ. വിഷയല്ലേടിയാ, നീ ഇങ്ങനെ അണ്ടി യൂപ്പി ഇങ്ങനെ നടന്നു ഒരു കഴിവും ഇല്ലാതെ. അതങ്ങനെ ഒരു പുണ്ണയൊന്നും വൈകുന്നേരം വിളിക്കത്തില്ലേ? ആ എന്തിന് അല്ലേ നീ അങ്ങ് മറ്റേ ലൈവ് ഇട്ടൊക്കെ തോലിക്കും. അതിനും നീ അങ്ങ് ലൈവ് ഇട്ട് മൂഞ്ചിട്ടിരിക്കലാടാ. എടാ നമുക്ക് ആരും ഇല്ലല്ലോടാ, ഫ്രണ്ട്സ് ആരും ഇല്ലല്ലോടാ. ഇപ്പൊ നമ്മൾ ഒറ്റയ്ക്കല്ലേടാ. ഹലോ ഹലോ, സ്ട്രീമിംഗ് ആണല്ലോ വേണ്ട ബൈ. ഇപ്പോഴത്തെ പെമ്പ്. ഹലോ, ഞാൻ കൊറേ ആളുടെ ഇതിനകത്ത് കണ്ടായിരുന്നു, ഇപ്പൊ കിട്ടി ശരിക്കും. ആ നമ്മള് ഇതിനുമ്പ് കണ്ടുണ്ടല്ലോ മീകളി. എപ്പോ എപ്പോ കണ്ടു? ഞാൻ കണ്ടില്ലല്ലോ. അല്ല കണ്ടിട്ടുണ്ടോന്നാണ് ചോദിച്ചത്. ചന്ദ്രനാണ് കേട്ടോ, ചന്ദ്രൻ. ഓ ഓക്കെ ഓക്കെ. സുഖാണോ? സുഖാണോ? പേരെന്താ? നന്ദന. നന്ദനയോ? സ്ഥലം എവിടാ? എറണാകുളം. എറണാകുളത്ത് എവിടാ? എറണാകുളത്ത് പറവൂര്. ആ ഞാനും എറണാകുളം. എറണാകുളത്ത് എവിടാ? പാടിവട്ടം. പാലാരിവട്ടം. ആ അതിനടുത്തുള്ള പാടിവട്ടം സ്ഥലം. പറവൂര് എവിടാ? പറവൂരോ ചെറായി. അല്ല, അതിന് മുന്നേ. സ്ഥലം കറക്റ്റ് പ്രോപ്പർ സ്ഥലം പറഞ്ഞോ, നമുക്കറിയാം. നമുക്ക് അറിയാത്ത ഏരിയ ഒന്നുമില്ലല്ലോ. ചെറായിക്ക് മുന്നേ മറ്റേ ഇത് കുഴിപ്പള്ളിയൊക്കെ കഴിഞ്ഞിട്ടാ ചെറായി. ആണല്ലേ? ഞാൻ ഇപ്പുറത്താ വന്നേ. ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വന്നത്. അപ്പം എനിക്ക് ഇങ്ങനെ കറക്റ്റ്. അതിപ്പോ എന്റെ സൈഡല്ലേ കറക്റ്റ്? എന്റെ സൈഡാണ് കറക്റ്റ് എനിക്ക് എപ്പോഴും. ഞാൻ പറഞ്ഞല്ലേ കേക്ക്. ആ നന്ദന എന്തോ പഠിക്കുവാണോ? അതെ, നന്ദന പഠിക്കുവാണ്. എന്തിനാ പഠിക്കുന്നത്? മെഡിസിന് പഠിക്കുക. മെഡിസിനാ? ബാംഗ്ലൂർ ആയിരിക്കില്ലേ? അല്ല, ട്രിവാൻഡ്രത്ത്. ട്രിവാൻഡ്രത്ത് എവിടെ? ട്രിവാൻഡ്രത്ത് അറിയാം. ട്രിവാൻഡ്രം മൊത്തം അറിയാം കുട്ടി. പേരെന്തുവാ? എന്റെ പേരോ? കണ്ടിട്ട് എന്ത് തോന്നുന്നു വിളിക്കാൻ? എനിക്കൊന്നും തോന്നിയില്ല, പറ. പേര് ദേവദത്ത്. ദേവനന്ദോ? ദേവദത്തോ? ആ നന്ദന എന്നെ കണ്ണാന്ന് വിളിച്ചാ മതി. നന്നായിട്ട് ചേരുന്നുണ്ട് ആ പേര്. എന്തുവാ? ആ പേര് നന്നായിട്ട് ചേരുന്നുണ്ട് സ്വഭാവത്തിനനുസരിച്ചുള്ളത്. എന്ത് കണ്ണാന്നുള്ളോ? ആ താങ്ക് യു. നന്ദനക്ക് ഇതുപോലെ ചെല്ല പേരൊന്നും ഇല്ലേ വീട്ടിൽ വിളിക്കുന്ന പോലത്തെ? പേരൊന്നും ഇട്ടില്ലേ? കയ്യിലിരിപ്പാന്നാണോ? ഒന്നുമില്ല, ഞാൻ ഇച്ചിരി പെമ്പിള്ളാരോടൊക്കെ ദയവാണ്. സീനുണ്ടോ? ആ അത്ര ഉണ്ട്. അത് മൈൻഡ് സെറ്റ്. പിന്നെ കൊറേ പെമ്പിള്ളാരുണ്ട് ലൈവ് ഇത് ഗെയിമിംഗ് ചെയർ കാണുമ്പോ സ്കിപ്പ് ചെയ്യും. പിന്നെന്താ പറയൂ. പിന്നെ നന്ദനെ എന്തെടുക്കുക? നന്ദനയോ? നന്ദന കൊടുക്കുന്നില്ലല്ലോ.
കുട്ടിയുടെ പേര് നന്ദനല്ലേ? ഞാനീ പെമ്പിള്ളാരോട് അധികം സംസാരിക്കാറില്ല. അപ്പൊ എനിക്കൊരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ എന്ത് സംസാരിക്കണമെന്ന് അറിഞ്ഞൂടാ. അഭിനയിക്കല്ലേ? സത്യമായിട്ട് നീ പെമ്പിള്ളാരോട് സംസാരിക്കാൻ അറിഞ്ഞൂടാ? അയ്യോ അങ്ങനല്ല, ഞാൻ ഭയങ്കര റൂഡാണ് പെമ്പിള്ളാര് വരുമ്പോ. ഭയങ്കര കുട്ടീനെ കണ്ടില്ലേ നേരത്തെ ഞാൻ പറയാൻ വന്ന എന്തോ തുടക്കം? അതാ ആദ്യത്തെ അറിയാൻ വിളിച്ചത്. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ കാര്യങ്ങള്. നന്ദനെ ഞാൻ നന്ദൂന്ന് വിളിച്ചോട്ടെ എഴുതി. നന്ദനെ എളുപ്പന്ന് ഞാൻ നന്ദൂന്ന് വിളിച്ചോട്ടെ? വിളിച്ചോ, എന്നെ എല്ലാരും അങ്ങനെ വിളിക്കാറ്. എല്ലാരും വിളിക്കുന്നില്ല. നന്ദൂസേന്ന് വിളിച്ചോട്ടെ? ഞാൻ നന്ദൂസേന്ന് വിളിക്കാം. പിന്നെ എല്ലാരും വിളിക്കുന്നതാണോ? ഓ നിനക്കൊക്കെ ഇനി ഇൻസ്റ്റ ഐഡി കാണുമല്ലേ കുട്ടിയുടെ? അല്ല ഇവിടെ ചാറ്റിലെ എല്ലാരും ഇൻസ്റ്റ ഐഡി ചോദിക്കുന്നു. അത് മൈൻഡ് പ്രൊഫഷണൽ യൂട്യൂബർ. അതെനിക്കറിയാം. എന്നെ കണ്ടുണ്ടോ ഇതിനു മുമ്പേ? എവിടെയോ കണ്ടിട്ടുണ്ട്, പേരൊന്നും എനിക്കറിയില്ല, കണ്ടിട്ടുണ്ട്. ആണല്ലേ? ഐ എം എ പ്രൊഫഷണൽ യൂട്യൂബർ. 2 ചാനലൊക്കെ ഉണ്ട്. അത് തന്നെ ജോബ്. എനിക്കറിയാം. പിന്നെ ഫേമസ് അല്ലേ? എനിക്കറിയാന്ന്. ഇത് ഇവിടെ ഞാൻ പറയുന്ന അവിടെ ഒരു 5 മിനിറ്റ് ഡിലേ ആയിട്ടാണോ കേൾക്കുന്നത്? ഞാനുള്ളത് ഒരു പട്ടിക്കാട്ടിലായതുകൊണ്ട് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ട്. ഈ പറവൂരൊക്കെ എന്നാ പട്ടിക്കാടായത്? പറവൂരല്ല, ഇത് ട്രിവാൻഡ്രം. പട്ടിക്കാട് എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ട്രിവാൻഡ്രത്ത് എവിടെ? അപ്പം ട്രിവാൻഡ്രം മൊത്തത്തിൽ പറഞ്ഞല്ല, കാട്ടാക്കട. കാട്ടാക്കടയിലാണോ? ഞാൻ പണ്ടവിടെ താമസിച്ചത്. എവിടെ? കാട്ടാക്കടയിലോ? കിള്ളി അറിയോ? അവിടെ കിള്ളി ജംഗ്ഷനിൽ തന്നെ. ജംഗ്ഷനിലോ? എന്താ പിന്നെ ജംഗ്ഷനിലായിരുന്നു വീടൊക്കെ. അതാ ഇപ്പൊ അവിടെ വീടൊക്കെ മാറി കടകൾ വന്നായിരുന്നു, അറിഞ്ഞായിരുന്നോ? അത് പിന്നെ അങ്ങോട്ട് ഞാൻ പോയിട്ടില്ല. എത്ര വയസ്സുണ്ട്? എനിക്കപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്കിപ്പം 23. നന്ദനക്ക് എത്ര വയസ്സുണ്ട്? നന്ദനക്ക് നല്ല പ്രായമുണ്ട്. എത്ര വയസ്സ്? എനിക്ക് 22. അപ്പൊ നമ്മള് സെയിം ഏജ്. ഞാൻ 22. ചാമ്പിന് പറയും 23. 23 ആവും. എപ്പോ? അത് ഒക്ടോബറിലാവും. വിഷൊക്കെ ചെയ്യാ തന്നെ. ചെയ്യാവേ. എങ്ങനെ വിഷയം? പറഞ്ഞിട്ട് പോയാ മതിയോ? അപ്പൊ അന്നേരം ആലോചിച്ചാൽ മതി. എന്തുവാ? ഇപ്പഴേ അങ്ങ് പറഞ്ഞിട്ട് പോയാ മതിയോ? അപ്പൊ അന്നേരം ആലോചിച്ചാൽ മതി. അന്ന് ബർത്ത്ഡേക്ക് ഞാൻ നന്ദനെ ആലോചിച്ചിരിക്കാൻ പോലെ. കുറച്ചു പിന്നെ നീ എന്തോടെ പറഞ്ഞ? പിന്നെ ഒരു വിഷൊക്കെ തരായിരുന്നു. എനിക്ക് മെസ്സേജ് വരുന്നത് പണ്ടാരം. മെസ്സേജ്? താങ്കളോട് സംസാരിക്കുന്നോണ്ട് താങ്കളുടെ ലൈവിലുള്ള ചെറുക്കന്മാരെ മെസ്സേജ് ചെയ്തു. ഇവന്മാർക്കൊക്കെ ഐഡി കിട്ടി? ചോദിക്കട്ടെ. എടാ നിനക്കൊക്കെ എങ്ങനെ ഐഡി കിട്ടി? ഇവിടെ ഞാൻ തന്നെ ബുദ്ധിമുട്ട് കണ്ടില്ലേ? നിനക്കൊക്കെ എങ്ങനെ കിട്ടി? എടാ ഇതൊക്കെ എന്ത്? ശരിക്കും മെസ്സേജ് എന്താ കുട്ടി? സീരിയസ്ലി പറഞ്ഞ? എത്ര പേര് അയച്ചു? ആണല്ലേ? ഫേക്ക് ന്യൂസ് ആണ്. ഇവിടെ പിള്ളേർ പറഞ്ഞ ചുമ്മാന്ന്. അല്ല ഒരു കാര്യം ചെയ്യ് കുട്ടി. അല്ല അങ്ങനെ ഇപ്പൊ അതൊരു ഇഷ്യൂ ആണെങ്കിൽ ഐഡി പറഞ്ഞാൽ നമ്മൾ നോക്കാം. അപ്പൊ എനിക്ക് മ്യൂച്വലി കാണാൻ പറ്റില്ല എന്നെ ഫോളോ ചെയ്തേക്കുന്നവരെ. കുട്ടിയുടെ ഞാൻ എന്റെ അതോളം അയ്യോ ഇടല്ല. അബദ്ധം വെച്ചാ പോലെ ഇവിടെ ഒരുത്തരെ ഇടല്ലേ.
അല്ല അങ്ങനെ ഇഷ്യൂ വരാണ് മൈൻഡ് നമുക്ക് നോക്കണ്ടടാ. അതെ നോക്കണം ഉറപ്പായിട്ട്. അതെ ചുമ്മാ അങ്ങനെ ഇഷ്യൂ. ഞാൻ പോയി തപ്പട്ടെ. ഓക്കെ ഇവിടുന്ന് അനങ്ങരുത്. ഇവിടുന്ന് അനങ്ങൂല്ല. എന്താ ഇത് ജയിലാ? ഫേമസ് ആണ്. നമുക്കങ്ങനെ ഫേമസ് ഉണ്ട്. നമ്മളെല്ലാരും മനുഷ്യരായിട്ടാണ് കാണുന്നത്. ഫേമസ് ഒന്നുമില്ല. അതാണ് പെണ്ണാണെന്നുള്ളൊരു വേർതിരിവ് പോലും ഇല്ല. പറ ഇങ്ങനെ കണ്ടുപിടിച്ച് ഇത് എത്ര മ്യൂച്വല്? അതാ പറഞ്ഞത്. എടാ കൊറേ മ്യൂച്വൽ ഉണ്ട് കേട്ടാ. 10-70 ആൾക്കാരായിട്ടിരുന്നു. മതി കണ്ണാപ്പി. എന്താ ഇത്? നമുക്ക് മനസ്സിലായി. എന്താ ഇത്? ഇല്ലല്ലോ കണ്ട് ഞാൻ കണ്ട്. അപ്പം നന്ദന, നൈസ് ടു മീറ്റ് യു. ഇനിയും എവിടെയെങ്കിലും വെച്ച് കാണാം അല്ലേ? ബൈ ബൈ, സീ യു. 1300 വാച്ചിക്ക് പെണ്ണ് വന്നപ്പം മൈൻഡ് സെറ്റ് സത്യല്ലേ?